വന്ദേമാതരം വിഷയത്തിൽ മുസ്ലിം ലീഗിനെതിരെ സമുദായ സംഘടനകൾ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീന്റെ നിലപാടിനെതിരെ സമസ്ത ഉൾപ്പെടെ രംഗത്തെത്തിയിരിക്കുന്നു. നേരത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചപ്പോൾ ലോക്ഭവന്റെ തലയിലിട്ട് രക്ഷപ്പെട്ട ആളുകളുടെ ഇപ്പോഴത്തെ നിലപാട് എന്താണെന്നാണ് SYS ചോദിക്കുന്നത്. അരുൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഈ ഒരു വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കുന്നതിലെ സർക്കാരിന്റെ നിലപാട് വ്യക്തമാകാത്തിടത്തോളം കാര്യം വലിയ തരത്തിലുള്ള പ്രതിഷേധം പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. ലോക്ഭവന്റെ തലയിലിടാനുള്ള ശ്രമം ഇന്നലെ കൊണ്ട് അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ സമസ്ത ഉൾപ്പെടെ രംഗത്തെത്തിയിരിക്കുന്നു, അല്ലേ? സിന്ദൂരി, ഇതുമായി ബന്ധപ്പെട്ട് ഈ വന്ദേമാതരം ഈ ഗാനം പൂർണ്ണമായി സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ ആലപിക്കണമെന്നുള്ള ഒരു നിലപാട് സംസ്ഥാന സർക്കാർ എടുക്കുമ്പോൾ അതിൽ തന്നെ മുഖ്യ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് മൗനം പാലിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള അനുകൂല നിലപാടെടുക്കുന്നു. അതിൽ നിന്നും പിന്നോക്കം പോവാത്ത ഒരു നിലപാടിലേക്ക് മുസ്ലിം ലീഗിന്റെ നേതൃത്വവും വരുന്നു. പക്ഷെ അതിൽ തന്നെ ഒരു ഭിന്നത ഉടലെടുക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കണ്ടത്. കാരണം മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടി ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാട് എടുക്കുമ്പോൾ അത് മുസ്ലിം ലീഗിനകത്തും UDF-നകത്തും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു നിലപാടിനെ ഷംസുദ്ദീൻ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കൾ എടുക്കുന്ന നിലപാടിനെതിരെ SYS ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. UDF സംഘപരിവാറിന്റെ സാംസ്കാരിക അജണ്ടകൾക്ക് കീഴടങ്ങരുത് എന്നുള്ളതാണ് SYSFന്റെ വാർത്താക്കുറിപ്പിൽ അവർ അറിയിച്ചിട്ടുള്ളത്. സംസ്ഥാന സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ നിർബന്ധമാക്കിക്കൊണ്ട് സർക്കാർ ഈ വന്ദേമാതരം നിർബന്ധമാക്കിക്കൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് തികച്ചും അപലപനീയവും അതുപോലെ ഭരണകൂടത്തിന്റെ അവസരവാദ രാഷ്ട്രീയം വ്യക്തമാക്കുന്നതെന്നാണ് SYSFന്റെ സംസ്ഥാന ക്യാബിനറ്റ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് UDF മന്ത്രിസഭയിലും വരുന്നത്. കാരണം K മുരളീധരൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള വ്യത്യസ്ത നിലപാടുകൾ ഈ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടാണ് എടുത്തത്. ഇപ്പോൾ കുറച്ചു മുന്നേ മുതിർന്ന മറ്റൊരു മന്ത്രിയായിട്ടുള്ള CP ജോണും മാധ്യമങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം നടത്തിയിരുന്നു. ഇതൊരു ഭക്തിഗാന ശൈലിയാണ് ഈ വന്ദേമാതരം ആലപിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം BJPയുടെ നയങ്ങൾക്ക് ഭാഗമാണ്, BJPയുടെ നയം അടിച്ചേൽപ്പിക്കുന്നതിന് ഭാഗമാണ്. CMBയും അതുപോലെ തന്നെ വ്യക്തിപരമായി താനും ഇക്കാര്യത്തിൽ എതിർപ്പാണ്. നേരത്തെ എങ്ങനെ പാടിയോ അതുപോലെ തന്നെ പാടിയാൽ മതി എന്നുള്ള ഒരു കാര്യം തന്നെയാണ് CP ജോണും പങ്കുവച്ചത്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഇതിന്റെ സമുദായ നേതൃത്വവും ഇതുമായി ബന്ധപ്പെട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെതിരെ മുന്നോട്ട് വരുമ്പോൾ അതുപോലെ മുതിർന്ന മന്ത്രിമാരും ഇതിനെതിരെയുള്ള നിലപാടുകൾ വ്യക്തമാക്കുമ്പോൾ എന്തായാലും ഈ ദിനം അടുത്തിരിക്കുമ്പോൾ UDF-നകത്ത് ഇത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വിമർശനങ്ങൾക്കും വിധേയമാകും. അതുപോലെ തന്നെ ഇക്കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ് UDF സർക്കാർ. സിന്ദൂരി. ശരി അരുൺ, എന്തായാലും വന്ദേമാതരം വിഷയത്തിൽ മുസ്ലിം ലീഗിനെതിരെ സമുദായ സംഘടനകൾ കൂടി രംഗത്ത് വന്നിരിക്കുകയാണ്. PG അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്.